അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ ചികിത്സയ്ക്ക് വേണ്ടി മയക്കുവെടി വെച്ചതും ആ ആനയ്ക്ക് കരുതലായി പിന്നീട് ഏഴാറ്റുമുഖം ഗണപതി തുടർച്ചയായി കൂടെ നിന്നതും ഒടുവിൽ വീണു പോകുന്നതിന് തൊട്ട് മുൻപ് വരെ താങ്ങായി നിന്നതുമൊക്കെ ആ സൗഹൃദത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാം കഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ ഇതാ അത് ക്ലേ രൂപത്തിൽ ഒരുക്കിയിരിക്കുകയാണ് കോടാലി സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന നികേഷ്. കണ്ടില്ലേ, കൃത്യമായി ആ പരിക്കേറ്റ ആനയെ ചേർത്ത് പിടിക്കുന്ന, ഗണപതി ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു രൂപമാണ് കളിമണ്ണ് കൊണ്ട് കണ്ണൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണനാണ് നമ്മുടെ കൂടെ ഉള്ളത്. കണ്ണ, അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കാനായിട്ട്? കാരണം നമ്മുടെ ചുറ്റിലും നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവില്ലല്ലോ. എന്താ ഇത് ഉണ്ടാക്കാനായിട്ട്? ഒന്നാം തന്നെ ഞാൻ ഇങ്ങനൊരു ആനപ്രേമി കൂടിയാണ്. അതിലുപരി ഇത്തരമൊരു പരിക്ക് പറ്റിയൊരു ആനയെ കണ്ടപ്പോൾ മനസ്സിന് വളരെ വേദനയുള്ളൊരു സംഭവമാണ്. ഒരു ആനയ്ക്ക് കൂട്ടായിട്ട് മറ്റൊരു ആന വന്ന് അതിനെ വീഴുന്ന രീതിയിൽ അതിനെ താങ്ങി നിർത്തുന്നതും അതിനൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് നമുക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാഴ്ച മനസ്സിൽ തട്ടി. അപ്പോൾ അതൊരു ഒന്നുകിൽ ചിത്രം വരയ്ക്കണം. പിന്നീട് ഞാൻ വിചാരിച്ചു ഇവിടെ ക്ലേ ഉണ്ട്, അപ്പോൾ ഒരു ശില്പം തന്നെ നിർമ്മിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതൊരു എത്ര സമയം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഒരു 3 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഞാനിപ്പോൾ അത് നിർമ്മിച്ചത്. ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് ആ കൊമ്പൻ മടങ്ങിയെത്തുമെന്നായിരുന്നു കണ്ണനും വിശ്വസിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന വിവരം അറിയുന്നത്. ഇനി മടങ്ങി വരില്ലെങ്കിലും ആ 2 കാട്ടാനകൾ തമ്മിലുള്ള സൗഹൃദം ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഈ ശില്പങ്ങളിലൂടെയും അതെന്നും മായാതെ നിൽക്കും. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.